ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിംഗർ ഫുഡ് ഫാക്ടറി. പണ്ടൊക്കെ ഞാൻ കൂടെ ചിക്കിങ്ങിൽ പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം തൽക്കാലം അത് സൈഡാക്കിയിരിക്കുകയാണ്. എന്നാലും ചിക്കിങ്ങിലെ ബ്രോസ്റ്റഡ് ചിക്കനും ബണ്ണും പിന്നെ ഈ കോൾസ്ലോയും കൂടെയുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്. അത് കിഡുവാണ്. ചിക്കിങ്ങിലെ കോൾസ്ലോവും ചിക്കനൊക്കെ ഇഷ്ടമുള്ളവർ അവരുടെ ഏത് ബ്രാൻഡാണ് സൂപ്പർ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, പക്ഷേ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വാ. കോൾസ്ലോ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കേബേജ് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഏകദേശം 250 ഗ്രാം വരുന്ന ഒരു കേബേജ്, അതായത് ഒരു ഇടത്തരം കേബേജിൻ്റെ കാൽഭാഗം. അത് നന്നായിട്ട് വീഡിയോ കാണുന്ന പോലെ നീട്ടത്തിലരിയുക. ഇതിപ്പം ഞാൻ നീട്ടത്തിലരിഞ്ഞിട്ട് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതിപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് അരിയണമെങ്കിൽ പൊടിയായിട്ട് അരിയണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ചിക്കനിലൊക്കെ പലപ്പോഴും ചെറുതായിട്ട് അരിയാറുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ നീട്ടത്തി അരിയുന്ന പീസസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അരിഞ്ഞിരിക്കുന്നത്. കേബേജ് മൊത്തം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തായിട്ടൊരു ഇടത്തരം ക്യാരറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നമുക്ക് ചുരണ്ടി കൊടുക്കാം. അതിൻ്റെ തൊലി ചുരണ്ടി കളയാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചെറിയ പീസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് മറ്റേ കത്തി കൊണ്ട് പൊടിയായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു ഗ്രേറ്റർ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റർ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേപോലത്തെ കഷ്ണങ്ങളായിരിക്കും നമുക്ക് ഇതിനകത്ത് കിട്ടുക. അപ്പം അതെല്ലാം പൊടിയായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിയുകയും ചെയ്യാം. ക്യാരറ്റ് അരിഞ്ഞതിന് ശേഷം നമുക്കത് ഈ കേബേജ് അരിഞ്ഞു വെച്ച പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. അടുത്തായിട്ട് സവോള എടുത്തിട്ട് നമുക്ക് നീട്ടത്തിലരിയാം. ഇത് ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ജൂലിയൻ കട്ടാണ്. അതരിഞ്ഞ് നമുക്ക് സവോള ഓരോന്നോരോന്ന് വിടുവിപ്പിച്ചിട്ട് നേരത്തെ കേബേജും ക്യാരറ്റും ഇട്ട ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഇനി നമുക്ക് കോൾസ്ലോയ്ക്ക് വേണ്ടിയുള്ള സോസ് ഉണ്ടാക്കാം. അതിനാദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മയോണീസ് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു ചെറുനാരയുടെ നീര് ചേർക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. അതേപോലെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കണം. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. പിന്നെ വൈറ്റ് പെപ്പർ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക. അതിനുശേഷം ഒരു 100 ml പാല് ചേർക്കണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്നര സ്പൂൺ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എഗ് ബീറ്റർ കൊണ്ട് ചെയ്യാം. ഞാനിപ്പം സ്പൂൺ കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് അത് കട്ട ഇല്ലാത്ത രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ സോസ് നമ്മൾ നേരത്തെ കാബേജും ക്യാരറ്റും സവോളയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് ഇനി മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ നമുക്കത് ആ കേബേജും ക്യാരറ്റും സവോളയൊക്കെ നന്നായിട്ട് മിക്സായി അത് ഉടഞ്ഞ് വരണം. അപ്പം കുറച്ച് നേരം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കണം. കോൾസ്ലോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തുള്ളത് കേടുകൂടാണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആണ് കഴിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഫ്ലേവർ എല്ലാം മിക്സ് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.